Namaste children, hope all are staying safe at home. Welcome back to a new session of our online class. What we studied in the previous class, you all know that it's a nice story. It's about Birbal. Minister Birbal. Who's minister? Akbar's minister. Now we are going to see the exercise portion of the same chapter. They are given some difficult words, Kadhin Shabd, that we are going to learn now. രായുടെ വിവിധ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് ഈസ് ക്രോധ്. എങ്ങനെയാണ് ആ ലെറ്റർ ക്ര എന്നുള്ള ലെറ്റർ എഴുതിയിരിക്കുന്നത്, അക്ഷരം എഴുതിയിരിക്കുന്നത് നോക്കാം. ക എന്ന് എഴുതിയിട്ട് അതിന്റെ സൈഡില് അതിന്റെ ആ ജോയിന്റിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചിരിക്കുന്നത്. അതിനാണ് അത് രായുടെ പതേൻ എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ അതിന്റെ നിയമങ്ങളൊക്കെ പഠിക്കും. ഇപ്പൊ ഇത്ര അറിഞ്ഞിരിക്കുക. അത് ആ ജോയിന്റിൽ നിന്ന് ലെഫ്റ്റ് വേർഡ് ആയിട്ട് വരയ്ക്കുന്ന ആ ലൈൻ രായുടെ ചിഹ്നമാണ്. ക്ര എന്നാണിത് വായിക്കുന്നത്. ക്ര. ഇത് ഹൽ ചിഹ്നമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് എഴുതുന്നത്. ഇത് ഹാഫ് പ്രൊനൗൺസിയേഷൻ, ആധാ വ്യഞ്ജൻ രൂപം കിട്ടുന്നതാണ്. ഈ ചിഹ്നം പതേൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുന്നത് ഹൽ എന്നറിയപ്പെടുന്നു. ഹൽ ചിഹ്നം, ഹൽ ചിഹ്നം എന്നറിയപ്പെടുന്നു. ഇത് പതേൻ. ഇതാണ് രായുടെ ചിഹ്നം. ക് പ്ലസ് ര. ക് പ്ലസ് ര. കക്ക് ശേഷമാണ് ര വായിക്കുന്നത്. കായുടെ കൂടെയാണ് ഇതിന്റെ ചിഹ്നം വരുന്നത്. വായിക്കുമ്പോൾ കായ്ക്ക് ശേഷമാണ്. വി ആർ റീഡിംഗ് ദിസ് ര ആഫ്റ്റർ ദ വ്യഞ്ജൻ ധ്വനി, ബട്ട് വി ആർ joining this chinna to this letter, first letter. K, R, kra. See this way, kra. Kra ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ക്രോധ്. 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 We studied this word which means angry. ക്രോധ്, angry, ക്രോധ്. നെക്സ്റ്റ് വേർഡ് പ്രശ്ന. പ്ര എന്നെഴുതുന്നത് പായുടെ ആ ജോയിന്റിൽ നിന്ന് എവിടെയാണോ അത് യോജിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ആ രായുടെ പതേൻ വരയ്ക്കുന്നത്. പ്ര. പ്ര എഴുതുന്നത് എങ്ങനെ? പ എന്നുള്ളതിനെ ആധാ വ്യഞ്ജനാക്കുന്നതാണ് ഈ ഹൽ ചിഹ്നം. അപ്പോൾ ഇത് എങ്ങനെ വായിക്കും? പ എന്നേ വായിക്കൂ. ഇഫ് വി ആർ ദിസ് ചിഹ്ന അണ്ടർ എനി വ്യഞ്ജൻ ധ്വനി we will get the half pronunciation. Understood? And if we add this ra to it, how we can read this? Pra. We are drawing this line from here, where the joint of this letter. From there we want to draw this pade. Okay. Then we can read it as pra. Prashna. Prase. Pra. Half of sh. Then na. This way we are writing. Prashna means question. Kra. Krodh, angry, prashna, question. Understood? അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ പാഠഭാഗത്തുള്ള അക്ഷരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. രായുടെ ചിഹ്നമായ പതേനാണ്. അപ്പൊ രായുടെ ചിഹ്നം എഴുതുന്നത് ഏത് വ്യഞ്ജൻ ധ്വനിയുടെ കൂടെയാണോ നമ്മളത്
പ്ര എന്ന് പറയുമ്പോൾ പായുടെ കൂടെയാണ് ര ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ വ്യഞ്ജൻ ധ്വനിയുടെ കൂടെ തന്നെയാണ് ആ ചിഹ്നം എഴുതുന്നത്. പ്ര മലയാളത്തിൽ നമ്മൾ എഴുതുന്ന പ്ര ഇങ്ങനെ എഴുതുന്ന ആ ചിഹ്നമാണ് പ്ര. പ്രശ്നം പ്ര ഇത് തന്നെയാണ് ഈ ചിഹ്നമാണ്. ഈ ചിഹ്നമായിട്ട് നമ്മൾ ഹിന്ദിയിൽ എഴുതുന്നത് പ്ര. പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പ്രശ്നം എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. പ്രശ്നം എന്ന് മലയാളത്തിൽ പറഞ്ഞ പ്രോബ്ലം എന്നാണ് അർത്ഥം. അണ്ടർസ്റ്റുഡ്? ഇത്രയും അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ദെൻ നെക്സ്റ്റ് കാര്യ. നമ്മൾ കാര്യ എന്ന ഒരു വാക്ക് പഠിച്ചു. കർമ്മചാരി, കർമ്മചാരി എന്നൊരു വാക്ക് പഠിച്ചു. കർമ്മചാരി, എംപ്ലോയീസ്, കാര്യ, വർക്ക്. അപ്പൊ ഇത് രണ്ടും ഈ മ ര എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ, ഈ രണ്ട് അക്ഷരങ്ങളുടെ കൂടെ രായുടെ ചിഹ്നം തന്നെ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ എന്ന് എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ആ ഹാഫ് സർക്കിൾ ആണ്. അത് രണ്ടും മാറിപ്പോകരുത്. ഇത് ഈ ഹാഫ് ചിഹ്നം പോലെ തന്നെയാണ്, പക്ഷെ ഇതല്ല, ഈ ചിഹ്നമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ രായുടെ ചിഹ്നമാണ്. അതിന് പറയുന്നതാണ് രേഖ, രേഖ ചിഹ്നം. രേഖ ചിഹ്നം എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ഹാഫ് സർക്കിൾ ആയിട്ടാണ് ചേർക്കുന്നത്. ഏതെങ്കിലും വ്യഞ്ജൻ ധ്വനിയുടെ മുകളിലാണ് ചേർക്കുന്നത്. കാര്യ എന്ന് പറഞ്ഞിരിക്കുന്നതില് രാക്ക് ശേഷമാണ് ര പ്ലസ് യ, ര പ്ലസ് യ. ആ യ എന്നുള്ള ലെറ്ററിന്റെ മുകളിൽ നമ്മൾ ഈ രായുടെ രേഖചിഹ്നം ചേർത്ത് എഴുതുന്നു. അതായത് ര ആദ്യമാണ് വായിക്കുന്നത്, പക്ഷെ ചിഹ്നം വരുന്നത് രണ്ടാമത്തെ വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെയാണ്. ര വരുന്നത് ആദ്യമാണ്, പക്ഷെ ചിഹ്നം വരുന്നത് രണ്ടാമത്തെ വ്യഞ്ജൻ ധ്വനിയായ യായുടെ മുകളിലാണ്. അതുപോലെ തന്നെ ര് പ്ലസ് മ, അർമ, ര ആദ്യമാണ് പറയുന്നത്. അർമ, അർമ. സി, ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ പോലെയുള്ള ചിഹ്നമാണ് വരയ്ക്കുന്നത്. രേഖ ചിഹ്നം എന്നാണ് പറയുന്നത്. അപ്പോ അത് എവിടെയാണ് ചേർക്കേണ്ടത്? രായ്ക്ക് ശേഷം വരുന്ന വ്യഞ്ജൻ ധ്വനിയുടെ കൂടെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ വായിക്കുന്നത്? രാ ആദ്യം തന്നെയാണ് വായിക്കുന്നത്, പക്ഷെ ചിഹ്നം എഴുതുന്നത് രണ്ടാമത്തെ അക്ഷരത്തിന്റെ മുകളിലാണ്. വേർഡ് വി സ്റ്റഡീഡ് ദർദ്, ദാന്തോക്കെ ദർദ്. സിംഹത്തിന്റെ ലെസണിൽ പഠിച്ചു. ദ ഇങ്ങനെയാണ് ദ ര ദ, ര പ്ലസ് ദ, ദയുടെ മുകളിൽ ഈ ചിഹ്നമായിട്ട് എഴുതുന്നു. അപ്പോ ഈ ര എന്നുള്ള ആദ്യം വരുന്ന ദ ര ദ, ദരുത്, അത് ചിഹ്നമാക്കി എഴുതുമ്പോൾ നമ്മൾ ദ ഈ ര എന്നുള്ളത് ലോപിച്ച് അതിന്റെ ചിഹ്നമായിട്ട് ഇവിടെ എഴുതുന്നു. ര എന്നുള്ളത് നമ്മളോടൊന്ന് മാറ്റി അതിന്റെ ചിഹ്നമായിട്ട് എഴുതുമ്പോൾ അത് ഇങ്ങനെ വരും. ദ ര ദ, ദർദ്, ദർദ്. ആ ചിഹ്നമായിട്ട് ദാക്ക് മുന്നാണ് ആ രായുടെ ഉച്ചാരണം വരുന്നത്, പക്ഷെ അതിന്റെ ചിഹ്നം വരുന്നത് ദായുടെ കൂടെ. മനസ്സിലായല്ലോ? അതുപോലെ കുറെ വാക്കുകളുണ്ട്. പർദ, പ ര ദ, പർദ എന്ന് എഴുതുമ്പോ അതിൽ രേഖചിഹ്നം ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ്? പ ദാക്ക് ശേഷം ദയുടെ ആ ദീർഘമായിട്ടുള്ള ചിഹ്നത്തിന്റെ മുകളിലാണ് പർദ. അവിടെ ഒരു മാത്ര ചിഹ്നം ഉണ്ട്, അപ്പൊ മാത്ര ചിഹ്നത്തിന്റെ മുകളിലാണ്. ഹിയർ വി വാണ്ട് ടു റൈറ്റ് ദിസ് രേഖചിഹ്നം പർദ. മനസ്സിലായല്ലോ? ഒരു കാര്യം കൂടെ നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. നമ്മൾ മുന്നേ പഠിച്ച പാഠത്തില് കേസാ ഷോറില് ഖർറാട്ട, ആ രായുടെ മുകളിൽ രേഖചിഹ്നം ഉപയോഗിച്ചതായിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചു. ഖർര. ഈ രേഖചിഹ്നമാണ്, ഈ ചിഹ്നം രായുടെ ചിഹ്നമാണ്. രായുടെ തന്നെ മുകളിൽ
ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ദീർഘമുണ്ട്, ആ ദീർഘത്തിന് മുകളിലായിട്ടാണ് ആ ചിഹ്നം ഉപയോഗിക്കേണ്ടത്. ഖറാട്ട. ഇവിടെയും മാത്രാ ചിഹ്നമുണ്ട്. ഇവിടെ രായുടെ മാത്രാ ചിഹ്നം കൊടുത്തിരിക്കുന്നതിന്റെ മുകളിലാണ് നമുക്ക് രേഖചിഹ്നം എഴുതേണ്ടത്. ഖറാട്ട. എങ്ങനെ വായിക്കുന്നത്? രായും രായുടെ രേഖചിഹ്നവും രണ്ടും വായിക്കണം. ഖറാട്ട. ര് പ്ലസ് ര. അപ്പൊ അതെങ്ങനെ വായിക്കും? അതിന്റെ കൂടെ ആ കൂടി ഉണ്ടെങ്കിൽ എന്താണ്? ഇവിടെ രായ ഉണ്ടെങ്കിൽ അപ്പൊ അതെങ്ങനെ എഴുതും? രായുടെ കൂടെ ആക്കി മാത്രമേ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഖറാട്ട. ഖറാട്ട. ഖറാട്ട ഇസ് സ്നോറിംഗ്. മനസ്സിലായല്ലോ? കർമ്മചാരി എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. കാര്യ കർമ്മചാരി. കർമ്മചാരി. ഓക്കെ. സോ മെനി വേർഡ്സ് ആർ ദർ. അന്തർരാഷ്ട്രീയ. ഇപ്പൊ ഖറാട്ട എഴുതിയ പോലെ തന്നെ ഒരു വാക്കാണ് അന്തർരാഷ്ട്രീയ. അവിടെ രായുടെ കൂടെ തന്നെയാണ് രേഖചിഹ്നം വന്നിരിക്കുന്ന അന്തർരാഷ്ട്രീയ. കൂടുതൽ വാക്കുകൾ പഠിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ ഇതുപോലെ കൊടുത്തിരിക്കുന്ന രേഖചിഹ്നം, പദേൻ അതൊക്കെ ചേർത്തുള്ള വാക്കുകൾ ശ്രദ്ധിച്ചു പോവാം. പിന്നെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. We studied earlier in the previous lesson itself. We studied the use of bindi under a consonant sound. This way. Z. എങ്ങനെയാണ് വായിക്കുന്നത്? Z. Z എന്നാണ് ഇതിന്റെ ഉച്ചാരണം വരുന്നത്. In this lesson, Birbal ki soch se so many words are there. Huzur. Who? This dot is there, then u ki matra there. എങ്ങനെയാണ് എഴുതുന്നത്? ഹുസൂർ. രാ തന്നെയാണ് അവിടെ എഴുതുന്നത്. രായുടെ മാത്ര ചിഹ്നമല്ല, അവിടെ രാ തന്നെ ഉപയോഗിച്ച് എഴുതുന്നുണ്ട്. ഈ ഡോട്ടും ഉണ്ട്, ഊക്കി മാത്രയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നും വിട്ടു പോവാതെ എഴുതണം. ഹു ജ എഴുതിയിട്ട് ജയുടെ കൂടെ ജ എന്നാണ് എഴുതുന്നത്. ജ എഴുതി ജയുടെ കൂടെ ഊക്കി മാത്രയും ഉണ്ട്. Ra, then ra, huzur. Then one word is huzur. Ji huzur, your highness, your majesty, that way addressing the king. Then zarur. Z, ra, u, ur. രയുടെ കൂടെ ഊക്കി മാത്രം വന്നിരിക്കുന്നതാണ്. ഊ നമ്മൾ പഠിച്ചു. ഊക്കി മാത്രം രായുടെ ഇവിടെ നിന്നാണ് എഴുതേണ്ടത്. ഹ്രസ്വമായിട്ടുള്ള ഊ ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഊക്കി മാത്ര ചിഹ്നങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഊക്കി മാത്ര എങ്ങനെ എഴുതുന്നതെന്ന്. ഊക്കി മാത്ര രായുടെ കൂടെ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. രായുടെ മിഡിലിൽ നിന്ന് ജോയിന്റിന് മുകളിലായിട്ടാണ് വരയ്ക്കേണ്ടത്. How we can say this? Zarur, huzur, zarur, certainly, തീർച്ചയായിട്ടും. Then hazar. We studied another word. Ha. Jayadili dot എഴുതുക. We must put this dot under this letter. Then a ki matra hazar. Hazar. Hazar means 1000. Hazar, 1000. Which way it's reading? Read it properly. If the dot is there, we should read za. Then read the matra. Hazar, ra, ra എന്ന് വായിക്കരുത്. ഹസാര എന്നല്ല, ഹസാർ. Then huzur, hazar. Another one, hazir. Ha, aki matra, ha. Then hrasv, iki matra. Hrasv, iki matra. Then write ja. Put a dot under there. Then we will read this hazi. Hazi. Hazir. See, hazir. Hajir എന്ന് വായിക്കരുത്, ഹാസിർ. അപ്പൊ ഇതെല്ലാവരും വോക്കലി അത് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക. ഹാസിർ. സായായിട്ട് ഈ ലെറ്ററിനെ സായായിട്ട് വായിക്കുക. അതിന്റെ മാത്ര ചിഹ്നങ്ങൾ വായിക്കുക. ഏത് മാത്രയാണോ വന്നിരിക്കുന്നത്, ആക്കി മാത്രയാണോ, ഹ്രസ്വ ഈക്കി മാത്രയാണോ,
ഊക്കി മാത്രമാണോ അതെല്ലാം ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് വായിക്കാം. കുറെ പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, വായിച്ചില്ലെങ്കിൽ കിട്ടില്ല. ഹുസൂർ, ഹസാർ, ഹാസിർ. ഓക്കെ, ദീസ് ആർ വേർഡ്സ് ഗിവൺ ഇൻ യുവർ അഭ്യാസ് ഭാഗ് ഇൻ യുവർ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക. We will see the difference between Anuswar and Anunasik. Anuswar, and we are writing as a dot over the Vyanjan Dhwani. അനുസ്വാരത്തെ നമ്മളൊരു ഡോട്ട് രൂപത്തിൽ, ഒരു ബിന്ദി രൂപത്തില് വ്യഞ്ജനാക്ഷരങ്ങളുടെ മുകളിലാണ് എഴുതുന്നത്. ആ വ്യഞ്ജനാക്ഷരം കാണിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിലെ പഞ്ചവർണ്ണമായ അനുനാസികങ്ങളെയാണ്. അപ്പൊ അതിന്റെ ഉച്ചാരണം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ തുരന്ത്, നമ്മളിവിടെ തുരന്ത് എന്ന് പറയുമ്പോൾ രാ കഴിഞ്ഞിട്ട് വരുന്ന വ്യഞ്ജനാക്ഷരം ഉണ്ടല്ലോ, അതിനുശേഷം വരുന്ന ലാസ്റ്റ് വരുന്ന ആ വ്യഞ്ജനാക്ഷരത്തിന്റെ പഞ്ചം വർണ്ണം ഏതാണോ, അതായത് തായാണ് ഇവിടെ വരുന്നത്. ത, ഥ, ദ, ധ, നായാണ് ആ പഞ്ചം വർണ്ണം. അഞ്ചാമത്തെ വർണ്ണം അനുനാസിക് വ്യഞ്ജനായിട്ട് ആണ് ഇവിടെ ബിന്ദി രൂപത്തിൽ നമ്മൾ എഴുതുന്നത്. അതായത് ഈ ന എന്നുള്ളത് ഇങ്ങനെ എഴുതും, അതിനെ തന്നെ ആ അനുനാസിക് വ്യഞ്ജനെ നമ്മൾ തു രന്ത്, ആ അനുനാസികം ഒഴിവാക്കി നമ്മൾ അതിനെ രയുടെ മുകളിൽ അതൊരു ബിന്ദിയാക്കി എഴുതും. അതെങ്ങനെയാണ് അപ്പോൾ ഉച്ചരിക്കുന്നത്? തുരന്ത്, തുരന്ത്. അങ്ങനെ പറയുമ്പോഴും ഈ ന തന്നെയാണ് അവിടെ വരുന്നത്, തുരന്ത്. അത് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇതിന് ശേഷം വരുന്ന ലെറ്ററിന്റെ പഞ്ചം വർണ്ണം ഏതാണോ ആ ധ്വനിയാണ് ഇവിടെ ബിന്ദി രൂപത്തിൽ എഴുതുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ അന്തർ. അന്തർ, ഈ നായുടെ അതും ഇവിടെ അന്തർ, അന്തറുണ്ട് അന്തർ ഇതുകൊണ്ട് രണ്ടും ഇത് തവർഗങ്ങളുടെ പഞ്ചവർണ്ണമായ നായാണ് ഇവിടെ വരുന്നത്. ഇതും പഞ്ചവർണ്ണമായ നായുടെ ഉച്ചാരണം തന്നെയാണ് ഈ ബിന്ദിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ലംബ. ലംബ എന്ന് പറയുമ്പോൾ ഏതാണ്, ഏത് പഞ്ചവർണ്ണിന്റെ ബിന്ദിയായിട്ട് കൊടുത്തിരിക്കുന്നത്? പവർഗങ്ങളിലെ ബായ് വരുന്നത് പവർഗങ്ങളിലാണ്. അപ്പൊ പ, ഹ, ബ, ഭ, മായാണ് ഇവിടുത്തെ പഞ്ചവർണ്ണം. പഞ്ചവർണ്ണം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ വർണ്ണമായിട്ട് വരുന്ന വർണ്ണമാണ് പഞ്ചവർണ്ണം. അതില് അതിന് ല, മ, ബ, മായുടെ പകുതിയും ബായും ലംബ ഇങ്ങനെ എഴുതാം. അപ്പൊ ബിന്ദി രൂപത്തിൽ എഴുതുന്നത് ഇതിനെ തന്നെയാണ് ബിന്ദി രൂപത്തിൽ ഇങ്ങനെയും എഴുതുന്നത്. തിരിച്ച് ഇതിനെ മ എന്നുള്ള പഞ്ചം വർണ്ണമാക്കിയിട്ടും അങ്ങനെ ഉച്ചാരണമാക്കിയിട്ടും ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ അതുപോലെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചു പോവാം. പിന്നെ അനുനാസിക് വ്യഞ്ജൻ, അനുനാസികങ്ങളും നമ്മൾ പഠിച്ചതാണ്. അവയുടെ രൂപം ചന്ദ്രബിന്ദു ആയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ ചന്ദ്രബിന്ദുവും ഈ അനുസ്വാരങ്ങളുടെ ബിന്ദിയും തമ്മിലുള്ള വ്യത്യാസവും അത് ചേർത്തിട്ടുള്ള അക്ഷരങ്ങൾ നമ്മൾ മുന്നേ കണ്ടതാണ്. ഈ ചന്ദ്രബിന്ദു ചേർത്താൽ ചില സന്ദർഭങ്ങളിൽ അർത്ഥത്തില് വ്യത്യാസം വരും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൻസ്. നമ്മൾ ഈ അനുസ്വാരങ്ങളും അനുനാസികങ്ങളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ വായിലൂടെ പറയുന്നെങ്കിലും അവ മൂക്കുകൊണ്ടുകൂടി ഉച്ചാരണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകാൻ കാരണം. മറ്റുള്ള സ്വരങ്ങളെല്ലാം വാക്കുകൊണ്ട് പറയും, വായിലൂടെയാണ് അതിന്റെ എയർ പുറത്തേക്ക് പോകുന്നത്. The air flows out through the mouth when we pronounce all the other letters except these all anuswar or anunasik. Abhi ee anunasik, when we pronounce these letters anuswar or anunasik, the air flows out through mouth as well as through nose. Let us see one example. Hans, Hans, Hans. You just close your nose and say that letter. Han. ഈ ബിന്ദി ഉപയോഗിച്ചുള്ള ലെറ്റർ മൂക്ക് അടച്ചു പിടിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ അറിയാം നമ്മൾ അത് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്.
ആ ഹം ഹം എന്നല്ല, ഹൻസ് ഹൻസ്. ആ ഉച്ചാരണം കൊടുക്കുമ്പോൾ നമുക്കറിയാം മൂക്ക് കൊണ്ട് കൂടി അത് ഉച്ചരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഹൻസ് മീൻസ് സ്വാൻ. അതിന്റെ അനുനാസികം ചേർത്തുള്ള രൂപം വരുമ്പോൾ ഹംസ്. ഉച്ചാരണം ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ ഈ രണ്ട് സന്ദർഭങ്ങളിലും അർത്ഥവ്യത്യാസം വരും. അപ്പൊ ചില വാക്കുകൾ അങ്ങനെയുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഹൻസ് ഹൻസ് എന്ന് എഴുതുമ്പോൾ ഈ ബിന്ദിയാണ് ഉപയോഗിക്കുന്നത്, വിച്ച് മീൻസ് സ്വാൻ. ഹസ് ഹസന എന്ന് പറഞ്ഞാൽ ടു ലാഫ്. ഹസന ടു ലാഫ്, ചിരിക്കുക എന്നാണ് അർത്ഥം. ഹൻസ് ഹൻസ് ഹസ്ന ടു ലാഫ്. മനസ്സിലായല്ലോ? അതുപോലെ വേറൊരു വാക്കാണ് അംഗന. അംഗന അംഗന മീൻസ് ബ്യൂട്ടിഫുൾ ലേഡി. Beautiful girl or beautiful lady, Angana. Then if we put this Chandra Bindu over there, the meaning will change. Angana is compound. അതിൽ കെട്ടി തിരിച്ചിരിക്കുന്നതിന്റെ അകത്തെ ഭാഗത്തിനെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അംഗന കോമ്പൗണ്ട്. If we put this dot only, Angana, beautiful girl. If we put this Chandrabindu over this letter, it will read as Angana. The pronunciation similar, but the meaning will change. Angana is compound. I hope all understood. We have seen the Hindi numbers, Hindi Ginti numbers from 1 to 10 in the previous class. Now we are going to learn the continuation of that up to 20, 11 to 20. 12 से 20 तक गिनती, 12 से 20 तक counting. गिनती means counting. 11, 11, 12, 12, 13. Next 13, 13, 14, 14, 15, 15, 16, 16, 17, 18, 18, 19, 19, 20, 20, 20, 11, 11, 12, 12, 13, 13, 14, 14, 15, 15,
16, 16, 17, 17, 18, 18, 19, 19, 20, 20. Study these numbers very well. This will ask for the exam. So I hope you all understood the numbers up to 20, from 11 to 20. 11 से 20 तक, 1 से 20 तक, 1 to 20. ഇതെല്ലാം തന്നെ നന്നായിട്ട് എഴുതിയും പറയാനും പഠിക്കണം. വായിച്ച് നന്നായിട്ട് എഴുതി പഠിക്കണം. Okay. I hope all understood up to here. We will meet in the next class with a new session of our online class. Till then, stay at home, stay safe. Take care. Bye.